ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസിനെ കുറിച്ചാണ്, ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസിനെ കുറിച്ചാണ്. ന്യൂസ് വന്നിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന സ്റ്റോക്കിന്റെ പുറത്താണ് ന്യൂസ് വന്നിരിക്കുന്നത്. ന്യൂസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജിയോ ഫിനാൻസും ബ്ലാക്ക് റോക്കും തമ്മിൽ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് സർവീസ് ഇന്ത്യയിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആ ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മണി കൺട്രോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെന്ന് വെച്ചാൽ സെബി അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസും ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ടൈപ്പിനെ കുറിച്ചിട്ട് സെബി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ BSEയിൽ വന്ന ആർട്ടിക്കിൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഇതാണ് ആ ആർട്ടിക്കിൾ. ഒക്ടോബർ 4-നാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രൈഡേ ആണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ടു ആക്ട് as കോ സ്പോൺസർ ആൻഡ് സെറ്റ് അപ്പ് പ്രപ്പോസ്ഡ് മ്യൂച്വൽ ഫണ്ട്. അതായത് ജിയോ ഫിനാൻഷ്യൽ സർവീസസും ബ്ലാക്ക് റോക്കും തമ്മിൽ ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ബ്ലാക്ക് റോക്ക് അറിഞ്ഞുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റോക്ക് വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഒരു ദിവസം അവർ വേൾഡിൽ തന്നെ അവർ ട്രേഡ് ചെയ്യുന്നത്. സോ ഇന്ത്യക്ക് അത് വളരെ, ഇന്ത്യയിലെ ഒരു കമ്പനിയായിട്ട് അവർ ടൈപ്പ് ചെയ്യുന്ന വെച്ചാൽ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനും വളരെ നല്ലൊരു ന്യൂസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റോക്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു മൊമെന്റം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ട്രേഡിംഗ് വീൻ്റെ ടെർമിനലിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. ഇപ്പം ഇതാണ് ഡേ ക്യാൻഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗൈസ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സ്റ്റോക്ക് 396ഉം 300 ലെവലിൽ നല്ലൊരു കൺസോളിഡേഷൻ കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട്. അപ്പം അവിടെ നിന്ന് നമുക്കൊരു അപ്പ് മൊമെന്റ്, ഒരു ബുള്ളിഷ് മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ മൊമെന്റ്. ബട്ട് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ദിവസം നല്ല രീതിയിൽ മാർക്കറ്റിൽ സെൽ ഓഫ് വന്നത് കാരണം ഒരു സെൽ ഓഫ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ്, മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷമാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പം ന്യൂസിന്റെ ഇമ്പാക്ട് എന്തായാലും തിങ്കളാഴ്ച നെക്സ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു 9%, ഒരു 9.3%ന്റെ മൂവ്മെന്റ് കറണ്ട് മാർക്കറ്റ് ലെവൽ 338 ടു 380 370 ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു മൂവ്മെന്റ് നമുക്ക് ഒരു 3 to 4 ഡേയ്സിൽ കാണാൻ സാധിക്കും. സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു പൊസിഷൻ സ്വിംഗ് ട്രേഡ് ഇതിൽ എടുക്കാവുന്നതാണ്. ഇത് തീർച്ചയായും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഇത് വെറും ഒരു സ്റ്റോക്ക് അനാലിസിസ് ആണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റോക്കിന്റെ അനാലിസിസ് ആണ്. അപ്പം ഈ വീഡിയോയിൽ ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇതൊരു സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആയിരുന്നു. ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്കും തീർച്ചയായും നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയതാണ്. ഇതേപോലത്തെ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും ന്യൂസ് റിലേറ്റഡ് ആയിട്ടും വീഡിയോസ് ഫ്യൂച്ചറിൽ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ഞാൻ കാർഡ് കൊടുത്തിരിക്കാം. അത് സെറോദ ടെർമിനലിൽ വന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടും. അതൊരു വളരെ യൂസ്ഫുൾ ഫീച്ചറാണ്. അത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഈ ചാനൽ പുതിയൊരു ചാനലാണ്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സും ലൈക്സും വീഡിയോസും എല്ലാം വളരെ കുറവാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ നമുക്ക് ഒരുമിച്ച് ഈ മലയാളം ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലോ കോസ്റ്റ് ലെവലിൽ എങ്ങനെ നമുക്ക് ഒരു പാർട്ട് ടൈം ഒരു സൈഡ് ഇൻകം ആയിട്ട് എങ്ങനെ നമുക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഈ ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും ഫ്യൂച്ചറിൽ അടിപൊളി വീഡിയോസ് വരുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ തീർച്ചയായും കാണാം.